ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ൻ്റെ തേർഡ് ക്ലാസ് ആണിത്. എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എയർ പൊല്യൂഷൻ ആണ്. ഫസ്റ്റ് എയർ പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ദ കണ്ടാമിനേഷൻ ഓഫ് എയർ ബൈ ഹാംഫുൾ ഗ്യാസസ്, ഡസ്റ്റ് ആൻഡ് സ്മോക്ക് വിച്ച് അഫക്ട്സ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ഡ്രാസ്റ്റിക്കലി. സോ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എയർ എന്ത് ചെയ്യുക, മലിനീകരിക്കപ്പെടുകയാണ്. എങ്ങനെ? ഹാംഫുൾ ഗ്യാസസും ഡസ്റ്റും സ്മോക്കും ഇവയൊക്കെ കാരണം എയർ എന്തായിത്തീരുകയാണ്, കണ്ടാമിനേഷൻ നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനിമൽസിനും പ്ലാന്റ്സിനും ഹ്യൂമൻസിനും ജീവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ദർ ഇസ് എ പെർസെൻറ്റേജ് ഓഫ് ഗ്യാസസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? പലതരം ഗ്യാസസ് ഉണ്ട്. ഈ ഗ്യാസുകളൊക്കെ ഒരു സെർട്ടൺ പെർസെൻറ്റേജിലാണ് കാണപ്പെടുന്നത്. അപ്പം ഇവരുടെ പെർസെൻറ്റേജ് കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്തായിരിക്കും, വളരെയധികം ഹാംഫുൾ ആയിരിക്കും. നമുക്ക് ജീവിക്കാൻ തന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവ എത്തിക്കും. അപ്പം താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഗ്യാസസ് ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്ര പെർസെൻറ്റേജിലാണ് കാണപ്പെടുന്നതെന്നാണ്. നൈട്രജൻ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.93%, കാർബൺ ഡയോക്സൈഡ് 0.04%. അപ്പം ഇത്രയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് ഇത്രയൊക്കെ പെർസെൻറ്റേജിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് അറ്റ്മോസ്ഫിയറെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിൻ്റെ പെർസെൻറ്റേജാണ് പറയുന്നത്. അപ്പം ഈ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ദ സറൗണ്ട് ദ എർത്ത്. എർത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിൻ്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അറ്റ്മോസ്ഫിയർ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ലൈഫ് പോസിബിൾ ആക്കി തരുന്നതെന്നാണ്. ആദ്യം തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എയർ ബ്രീത്ത് ചെയ്യാനുള്ള എയർ, പിന്നെ അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലാനറ്റ് എപ്പോഴും വാമായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയിലും പകലുമുള്ള ടെമ്പറേച്ചർ ഡിഫറൻസസും അവർ നോക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അറ്റ്മോസ്ഫിയർ നമുക്ക് തരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇറ്റ് ഹെൽപ്സ് മേക്ക് ലൈഫ് പോസിബിൾ ബൈ പ്രൊവൈഡിങ് us വിത്ത് എയർ ടു ബ്രീത്ത്, shielding us from the harmful ultraviolet radiation coming from the sun, trapping heat to warm the planet, and preventing extreme temperature differences between the day and night. ഈ അറ്റ്മോസ്ഫിയറിന് 5 ലെയേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് ട്രോപ്പോസ്ഫിയർ, ദ ലോവസ്റ്റ് ലെയർ where weather occurs and temperature decreases with altitude. അപ്പം ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ലോവസ്റ്റ് ലെയർ ആണ്. അവിടെ എന്താ നടക്കുന്നത്, വെതറൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റോസ്ഫിയർ, ദ ലെയർ എബവ് ദ ട്രോപ്പോസ്ഫിയർ where the temperature increases with altitude and ozone is formed. അവിടെ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ, ഓസോൺ ഫോം ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന കാര്യം ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് മീസോസ്ഫിയർ, ദ മിഡിൽ ലെയർ വേർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൽറ്റിറ്റ്യൂഡ്. ടെമ്പറേച്ചർ അതൊന്നും പഠിക്കേണ്ട. മീസോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, മിഡിൽ ലെയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളത്. ആൻഡ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ലോവസ്റ്റ് ലെയർ ആണ്. അവിടെ എന്താ ഒക്കെ പറയുന്നത്, വെതറൊക്കെ ഒക്കെ പറയുന്നത് അവിടെയാണ്. ഈ 3 കാര്യം ഇതിൽ പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ലെയർ ആണ് തെർമോസ്ഫിയർ. അത് മാത്രം പഠിച്ചാൽ മതി. ഫോർത്ത് ലെയർ ആണ് തെർമോസ്ഫിയർ. ഫിഫ്ത്ത് ലെയർ ആണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ദെൻ നെക്സ്റ്റ് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ സോഴ്സസ് ആണ്. ആദ്യം പറയുന്നത് നാച്ചുറൽ സോഴ്സസ് ആണ്. നാച്ചുറൽ സോഴ്സസിൽ വരുന്നത് വോൾക്കാനിക് എറപ്ഷൻ, വൈൽഡ് ഫയേഴ്സ്, ഡസ്റ്റ് സ്റ്റോംസ് ആൻഡ് പോളൻ. ഇത്രയുമാണ് നമ്മുടെ നാച്ചുറൽ സോഴ്സസിൽ വരുന്നത്. ഇവ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കാന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വോൾക്കാനിക് എറപ്ഷൻ, റിലീസ് ആഷ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് അതർ പൊല്യൂട്ടൻസ് ഇൻ ടു ദ എയർ. ആഷും സൾഫർ ഡയോക്സൈഡും മറ്റ് പൊല്യൂട്ടൻസും എയറിലേക്ക് അവർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ? വോൾക്കാനിക് ഇറപ്ഷൻ വഴി. നെക്സ്റ്റ് വൈൽഡ് ഫയർ, റിലീസ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, കാർബൺ മോണോക്സൈഡ് ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ടു ദ എയർ. ഇനി ഡസ്റ്റ് സ്റ്റോം, പിക്കപ്പ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആൻഡ് അതർ പൊല്യൂട്ടൻസ്, റെഡ്യൂസിങ് ദ എയർ ക്വാളിറ്റി. എയർ ക്വാളിറ്റി കുറയ്ക്കും. അതുപോലെ തന്നെ പെർട്ടിക്കുലേറ്റ് മാറ്ററും നമ്മുടെ എയറിലേക്ക് വരുന്നു. Then pollen grain, that is released by plants, can cause allergic reaction and respiratory issues. അപ്പം പോളൻ ഗ്രെയിൻസ് അത് പ്ലാന്റ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. അത് നമുക്ക് അലർജിയും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇഷ്യൂസും ഉണ്ടാക്കും. ഹ്യൂമൻ സോഴ്സസിൽ വരുന്നത് ഫോസിൽ ഫ്യൂവൽസ്, വെഹിക്കിൾ എമിഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത്രയും രീതികളിൽ ഹ്യൂമൻ സോഴ്സസിൽ എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫോസിൽ ഫ്യൂവലാണ്. ഫോസിൽ ഫ്യൂവലിൻ്റെ കേസിൽ കോള്, ഓയിൽ, ഗ്യാസ് ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലേറ്റ് മാറ്ററും നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫർ ഡയോക്സൈഡ്സ് ഒക്കെ നമ്മുടെ എയറിലേക്ക് എമിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി എയർ പൊല്യൂഷൻ നടക്കും. ഇനി വെഹിക്കിളിൽ കാർ, ട്രക്സ്, ബസ്, മോട്ടോർ സൈക്കിൾസ് എമിറ്റ് പൊല്യൂട്ടൻസ്
pollutants like particulate matter, nitrogen dioxides, volatile organic compounds ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ വരുവാണെങ്കിൽ മാനുഫാക്ചറിങ്, മൈനിങ്, ദെൻ സ്മെൽറ്റിംഗ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പെർട്ടിക്കുലേറ്റ് മാറ്ററും ഹെവി മെറ്റൽസും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഫാമിംഗ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ റിലീസ് പൊല്യൂട്ടൻസ് ലൈക്ക് അമോണിയ, പെർട്ടിക്കുലേറ്റ് മാറ്റർ, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ റിലീസ് ചെയ്യുന്നു. ഇനി വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ലാൻഡ് ഫിൽസ്, ഇൻസിനേറ്റേഴ്സ് ആൻഡ് ഓപ്പൺ ബേണിംഗ് റിലീസസ് പൊല്യൂട്ടൻസ് ലൈക്ക് പെർട്ടിക്കുലേറ്റ് മാറ്റർ, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഹെവി മെറ്റൽസ്. അപ്പം ഹ്യൂമൻ സൊസൈറ്റിക്ക് വരുന്നത് ഫോസിൽ ഫ്യൂൽ കമ്പഷൻ, വെഹിക്കിൾ എമിഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റും ഇവയൊക്കെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ഇൻഡോർ സോഴ്സസിൽ വരുന്നത് കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗ്, ടൊബാക്കോ സ്മോക്കിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ക്ലീനിങ് പ്രൊഡക്ട്സ്. കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗിൽ ഫ്യൂൽ ബേണിംഗ് അപ്ലയൻസസ് ആൻഡ് കുക്കിംഗ് റിലീസ് പൊല്യൂട്ടൻസ് ലൈക്ക് പെർട്ടിക്കുലേറ്റ് മാറ്റർ, കാർബൺ മോണോക്സൈഡ് ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി ടൊബാക്കോ സ്മോക്കിംഗ് വരുന്ന സമയത്ത് എന്താ? പെർട്ടിക്കുലേറ്റ് മാറ്ററും കാർബൺ മോണോക്സൈഡും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും റിലീസ് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കേസിൽ വരുവാണെങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും പെർട്ടിക്കുലേറ്റ് മാറ്ററും റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി പെസ്റ്റിസൈഡ്സും ക്ലീനിങ് പ്രൊഡക്ട്സിലും അവയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗാനിക് കമ്പോണൻസ് ഉണ്ട്, പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും കാണപ്പെടുന്നുണ്ട്. അപ്പം ഇൻഡോർ സോഴ്സിൽ വരുന്നതാണ് കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗ്, ടൊബാക്കോ സ്മോക്കിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ക്ലീനിങ് പ്രൊഡക്ട്സ്. ഇനി ഇത് കൂടാതെ മറ്റതർ സോഴ്സസ് ആണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ, അഗ്രികൾച്ചറൽ ബേണിംഗ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കാരണം എന്ത് നടക്കുന്നുണ്ട്? എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. എല്ലാം ഒന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻഡോറിൽ ഏതൊക്കെയാണ് വരുന്നത്, ഔട്ട്ഡോറിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ടൈപ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഇത് പഠിക്കേണ്ട കാര്യമാണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും, രണ്ട് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് ആണുള്ളത്. പ്രൈമറി പൊല്യൂട്ടൻസ് ഈസ് ആൻ എയർ പൊല്യൂട്ടൻ എമിറ്റഡ് ഡയറക്ട്ലി ഫ്രം എ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് പൊല്യൂഷൻ ഉണ്ടാവുന്നതിനാണ്, പൊല്യൂട്ടൻ്റ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്: കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫർ ഓക്സൈഡ്സ്, സൾഫർ ഡയോക്സൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ്ലി എമിറ്റഡ് ആവുന്നതല്ല. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് മറ്റ് എന്തെങ്കിലും ഒരു പൊല്യൂട്ടൻറ്റുമായിട്ട്, രണ്ട് പ്രൈമറി പൊല്യൂട്ടൻസ് റിയാക്ട് ചെയ്തിട്ട് അവരുടെ റിയാക്ഷൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി എമിറ്റഡ് സച്ച് ബട്ട് ഫോംസ് വെൻ അതർ പൊല്യൂട്ടൻസ്, പ്രൈമറി പൊല്യൂട്ടൻസ് റിയാക്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ. രണ്ട് പ്രൈമറി പൊല്യൂട്ടൻസ് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻ്റെ എക്സാമ്പിൾ ആണ് ozone, which is formed when hydrocarbons and nitrogen oxides combine in the presence of sunlight, then NO2, which is formed as NO2 combines with the oxygen in the air, and the acid rain, which is formed when sulfur dioxide and nitrogen oxides react with the water. അപ്പം ഈ മൂന്ന് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഓസോൺ. ഓസോൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈഡ്രോ കാർബൺസും നൈട്രജൻ ഓക്സൈഡ്സും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് ഓസോൺ ഫോം ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ NO2 അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? NOയും അതുപോലെ തന്നെ ഓക്സിജനും, ഓക്സിജനും കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് NO2 ഉണ്ടാവുന്നത്. ആൻഡ് ആസിഡ് റെയിൻ ഫോംഡ് വെൻ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സും വാട്ടറിൻ്റെ ഇതിൽ റിയാക്ട് ചെയ്യുന്ന സമയത്താണ്, വാട്ടറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി കുറച്ച് മേജർ എയർ പൊല്യൂട്ടൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് കാഡ്മിയം. കാഡ്മിയം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എർത്തിൻ്റെ ക്രസ്റ്റിൽ ഓൾറെഡി കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷേ എങ്കിലും നമ്മൾ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് കാരണവും ഇത് എന്ത് ചെയ്യാം? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇത് മെറ്റൽ പ്രൊഡക്ഷൻ അതുപോലെ ഫോസിൽ ഫ്യൂൽ കമ്പഷൻ വഴിയൊക്കെയാണ് കാഡ്മിയം നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. സോ ഇറ്റ് ഈസ് റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയറിക് എൻവയോൺമെൻറ്റ് ഫ്രം മെറ്റൽ പ്രൊഡക്ഷൻ ആൻഡ് ഫോസിൽ ഫ്യൂൽ കമ്പഷൻ. കാഡ്മിയം ഈസ് നാച്ചുറലി പ്രസൻറ്റ് ഇൻ എർത്ത്സ് crust and oceans, but can also be added to the soil through natural and man-made activities. Next, fly ash. Fly ash is particles of oxides and other heavy metals. അപ്പോൾ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സൈഡ്സിൻ്റെ പാർട്ടിക്കിൾസും അതുപോലെ ഹെവി മെറ്റൽസിനെയാണ് നമ്മൾ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അവരുടെ പാർട്ടിക്കിൾസിനാണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. ദ മെജോറിറ്റി ഓഫ് ദം ആർ അലുമിനിയം സിലിക്കേറ്റ്. കുറച്ച് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്നത് അലുമിനിയം സിലിക്കേറ്റ്, സിലിക്കൺ ഡയോക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്സ് ഇവയ്ക്കാണ് ഫ്ലൈ ആഷിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ദെൻ തെർമൽ പവർ പ്ലാന്റ്സ് ആർ ദ മേജർ സോഴ്സ് ഓഫ് ഫ്ലൈ ആഷ് പൊല്യൂട്ടൻസ്. തെർമൽ പവർ പ്ലാന്റ്സ് ആണ് മേജർ സോഴ്സ്. ദെൻ ഇറ്റ്സ് ഡെപ്പോസിഷൻ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ക്യാൻ കോസ് ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ ഓഫ് ദ ക്രോപ്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പം ഇവരുടെ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ ഇവരുടെ ഡെപ്പോസിഷൻ കാരണം എന്ത് നടക്കുന്നുണ്ട്? ക്രോപ്സിലും വെജിറ്റബിൾസിലും ഒക്കെ അവരുടെ മെറ്റൽ കണ്ടാമിനേഷൻ, അവരുടെ സോയിൽസിലുള്ള ആ ഒരു മെറ്റൽസിൻ്റെ കണ്ടാമിനേഷൻ നടക്കുന്നുണ്ട്.
Particulate pollutants. The particles that pollute the air by being suspended. അപ്പം എയറിൽ സസ്പെൻഡ് ആയി കിടന്നിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസിനാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇവ വെഹിക്കിൾസിൽ നിന്നും ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നാച്ചുറൽ സോഴ്സസ് ആയ പോളൻ, വോൾക്കാനിക് ഇറപ്ഷൻ, നാച്ചുറൽ ഗ്യാസ് പ്രിക്കേഴ്സേഴ്സ് ഇവയിൽ നിന്നും പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ PM2.5 പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ പെർട്ടിക്കുലേറ്റ് matter 2.5 particles 2.5 or less are declared as one of the most harmful particulate pollutants by the Central Pollution Control Board. അപ്പം 2.5 ഉണ്ടാവുന്ന particulate matter 2.5 മൈക്രോൺസ് ഉണ്ടാവുന്നതാണ് മോസ്റ്റ് ഹാംഫുൾ particulate pollutants എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ റേഞ്ച് അല്ലെങ്കിൽ ഇവരുടെ സൈസസ് എന്ന് പറയുന്നത് 0.001 മുതൽ 500 മൈക്രോമീറ്റേഴ്സ് വരെയാണ് ഇവരുടെ ഡയമീറ്റർ കാണുന്നത്. ഇത്രയും ഒരു റേഞ്ചസിലുള്ള particulate pollutants നമ്മുടെ എയറിൽ സസ്പെൻഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ലെഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹസാഡിയസ് ഹെവി മെറ്റൽ. വളരെയധികം മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെവി മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത്. ലെഡ് ഹ്യൂമൻ ബോഡിയിൽ പല തരത്തിലുള്ള സീരിയസ് ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം നെർവസ് സിസ്റ്റം ഡാമേജ്, പിന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, കിഡ്നി ഡാമേജ്, പിന്നെ ഇൻ്റലിജൻസിൽ വളരെയധികം ഇമ്പാക്ട്സും ഈ ലെഡ് ഉണ്ടാക്കുന്നുണ്ട്. ലെഡ് ബാൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ലെഡ് വാട്ടറിലും ഫുഡിലും ഒക്കെ കലരുകയാണെങ്കിൽ അത് വളരെയധികം പോയിസണിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ലോങ് ടേം എഫക്റ്റ് നമ്മുടെ ചിൽഡ്രൻസ്, കുട്ടികളിലെ ബുദ്ധിവികാസത്തെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഈ ലെഡ് എന്ന് പറയുന്നത്. നാനോ പാർട്ടിക്കിൾസ് NP. നാനോ പാർട്ടിക്കിൾസ് ഹാവ് ഡയമീറ്റർ ലെസ് ദാൻ 100 നാനോമീറ്റേഴ്സ്. അപ്പം 100 നാനോമീറ്ററിനേക്കാളും ചെറിയ ഡയമീറ്റർ ഉള്ളതിനെയാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നാനോ പാർട്ടിക്കിൾസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡസ്റ്റ് ക്ലൗഡ്സ്, ഓസോൺ ഡിപ്ലീഷൻ, എൻവയോൺമെൻറ്റൽ ഹൈഡ്രോക്സൈൽ റേഡിയേഷൻ കോൺസെൻട്രേഷൻ ആൻഡ് സ്ട്രാറ്റോസ്ഫിയറിക് ടെമ്പറേച്ചർ ചേഞ്ചസ്. അപ്പം നാനോ പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഡസ്റ്റ് ക്ലൗഡ്സ്, ഓസോൺ ഡിപ്ലീഷൻ, എൻവയോൺമെൻറ്റൽ ഹൈഡ്രോക്സൈൽ റേഡിയൽ കോൺസെൻട്രേഷൻ ആൻഡ് അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിക് ടെമ്പറേച്ചർ ചേഞ്ചസിനും കാരണമാകുന്നതാണ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലോറോഫ്ലൂറോ കാർബൺസ് CFC. അത് റെഫ്രിജറേറ്ററിലും അതുപോലെ തന്നെ എയർ കണ്ടീഷണർ എയറോസോൾസിലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ഓസോൺ ലെയറിനെ വളരെയധികം ഹൈലി ഡിസ്ട്രക്റ്റീവ് ടു ദ ഓസോൺ ലെയറിനെ ബാധിക്കുന്ന ഒരു ഗ്യാസാണ് ഈ CFC എന്ന് പറയുന്നത്, ക്ലോറോഫ്ലൂറോ കാർബൺസ്. ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന ഒരു ഗ്യാസാണ് CFC. നെക്സ്റ്റ് കാർബൺ മോണോക്സൈഡ്. അത് ഹൈലി ടോക്സിക് ആണ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് കമ്പഷൻ. അപ്പം ഇൻകംപ്ലീറ്റ് കമ്പഷൻ വഴിയാണ് കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് പടരുന്നത്. ദെൻ അതർ സോഴ്സസ് ആർ വോൾക്കാനോസ്, ഫോറസ്റ്റ് ഫയർ എക്സെട്ര. പ്രൊഡ്യൂസേഴ്സ് കാർബോക്സി ഹീമോഗ്ലോബിൻ റെഡ്യൂസിങ് ദ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡ്. അപ്പം കാർബൺ മോണോക്സൈഡ് എന്താ ചെയ്യുന്നത്? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. അത് കാരണം എന്താണ്? നമ്മുടെ ബ്ലഡിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത് കുറയ്ക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഹെവിയർ ദാൻ എയറിനേക്കാളും വളരെയധികം ഹെവിയർ ആണ്. ദെൻ സോഴ്സസ് എന്ന് പറയുന്നത് വോൾക്കാനോസ്, ഫയർ എക്സെട്ര. പിന്നെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ആസ്ഫാക്സിയൻ്റ് ഗ്യാസ് എന്ന് വെച്ചാൽ, ആസ്ഫാക്സിയ എന്ന് വെച്ചാൽ നമുക്ക് ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ ആസ്ഫാക്സിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗ്യാസാണ് CO2 എന്ന് പറയുന്നത്. ആൻഡ് ഈ ആസ്ഫാക്സിയ കാരണം നമുക്ക് ഡെത്ത് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഹാസ് അതർ ഹാർംഫുൾ എഫക്ട്സ് ഇഫ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഇൻഹെയിൽഡ് ലൈക്ക് ഡിസിനസ് ഓർ ഹെഡേക്സ് എക്സെട്ര. അപ്പം മറ്റ് ഹാർംഫുൾ എഫക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസിനസും ഹെഡേക്സ് ഒക്കെ കാർബൺ ഡയോക്സൈഡ് വളരെയധികം ഹൈ കോൺസെൻട്രേഷനിൽ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ഹെഡേക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കാർബോണിക് റെയിൻ. നമ്മൾ വളരെയധികം കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ടുള്ള ഏരിയാസിൽ കാർബോണിക് റെയിനും കാണപ്പെടാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഓസോൺ. ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ്. അപ്പോൾ ഇൻഡസ്ട്രീസും വെഹിക്കിൾസുമാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ആൻഡ് ഇതിന് ടോക്സിക് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. ആൻഡ് ഇത് ടോക്സിക് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് പെടുന്നതാണ് വാട്ടറി ആൻഡ് ഇച്ചിങ് ഐസ്. നമ്മുടെ വാട്ടറും കണ്ണുകളിലൊക്കെ ചൊറിച്ചിലുണ്ടാകുന്ന കാരണം ഈ ഓസോൺ ആണ്. ദെൻ നൈട്രജൻ ഓക്സൈഡ്. വേരിയസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കം അണ്ടർ ദ nitrogen oxides.
caused due to the reaction between oxygen and nitrogen at a high temperature such as in the combustion engines and industries. അപ്പം കമ്പഷൻ എൻജിൻസിലും ഇൻഡസ്ട്രീസിലുമാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഇവ ഉണ്ടാവുന്നത് ഓക്സിജനും നൈട്രജനും ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാവുന്നത്. ദെൻ ആസ്മയൊക്കെ ഉള്ള ആൾക്കാർക്ക് ആസ്മ ഉള്ള ആൾക്കാർക്ക് വളരെയധികം കുറച്ച് ഡേഞ്ചറസ് ആണ് ഈ നൈട്രജൻ ഓക്സൈഡ് ശ്വസിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇഷ്യൂസും ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ പ്ലേസ് ആൻ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്മോഗ്, ആസിഡ് റെയിൻ ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പം ഏതൊക്കെയാണ് സ്മോഗും ആസിഡ് റെയിനും ഗ്രീൻ ഹൗസ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ മേജർ പങ്ക് വഹിക്കുന്നതാണ് നൈട്രജൻ ഓക്സൈഡ്സ്. Pungent smell, colorless gas produced from the mostly volcanic activities, industrial process and the production of the sulfuric acid. അപ്പോൾ എന്താ ഒരു വളരെയധികം മോശമായ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഗ്യാസിന് എന്തുണ്ട് കളറില്ലാത്ത ഒരു ഗ്യാസാണ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഇവ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വോൾക്കാനിക് ആക്ടിവിറ്റീസും ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നൊക്കെയാണ് ഈ സൾഫർ ഡയോക്സൈഡ് പുറത്തു വരുന്നത്. ആൻഡ് റെസ്പിറേറ്ററി ഇഷ്യൂസ്, പ്രിമേച്ചർ ഡെത്ത് ഓഫ് സർട്ടൻ nerves when inhaled. അപ്പം റെസ്പിറേറ്ററി ഇഷ്യൂസും പ്രിമേച്ചർ ഡെത്തും അതുപോലെ തന്നെ എന്തുണ്ടാവും നമ്മുടെ ചില പ്രത്യേക നെർവ്സിനൊക്കെ ഡെത്തും ഈ ഒരു സൾഫർ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, VOCs. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ലാർജ് ഗ്രൂപ്പ് ഓഫ് കാർബൺ ബേസ്ഡ് കെമിക്കൽസ് ദാറ്റ് ഈസിലി എവാപ്പറേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം കാർബൺ ഗ്രൂപ്പിലുള്ള ഒരു വളരെയധികം വലിയൊരു ലാർജ് ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് നമ്മൾ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇവ നമ്മുടെ കണ്ണിന് ഇറിറ്റേഷൻ, സ്കിന്നിന്, നോസിന്, ത്രോട്ടിനൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. ആൻഡ് ഇവരുടെ ലോങ് ടേം എക്സ്പോഷർ നമുക്ക് ലിവറിനും അതർ ഓർഗൻസിനൊക്കെ സീരിയസ് ആയിട്ട് ഡാമേജസ് വരുത്തുകയും ചെയ്യാറുണ്ട്. ബെൻസീൻ ഫൗണ്ട് ഇൻ പെട്രോകെമിക്കൽസ് ആൻഡ് യൂസ്ഡ് ആസ് എ ഫ്യൂൽ അഡിക്റ്റീവ്. പെട്രോകെമിക്കൽസിലും അതുപോലെ തന്നെ ഫ്യൂൽസ് ആയിട്ടും യൂസ് ചെയ്യുന്നതാണ് ബെൻസീൻ. ദെൻ ബെൻസീൻ ഇൻക്രീസസ് ദ ക്യാൻസർ റിസ്ക് ആൻഡ് മേജർ കോസ് ഓഫ് ബോൺ മാരോ ഫെയിലിയർ. അപ്പം ബോൺ മാരോ ഫെയിലിയറിന് മേജർ കോസാണ് ബെൻസീൻ. അതുപോലെ തന്നെ ക്യാൻസർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാണ് ബെൻസീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എത്തിലീൻ. Used in plastic and chemical industries in the production of polyethylene and polymers. പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസും അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രീസുമാണ് എത്തിലീൻ ഉപയോഗിക്കുന്നത്. പോളിമേഴ്സിൻ്റെയും പോളിഇത്തിലീൻ്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇവ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ കൂടുതൽ എക്സ്പോഷർ ഹെഡേക്കും ഡിസിനസ്സും ഉണ്ടാക്കും. ആൻഡ് എത്തിലീൻ ഓക്സൈഡ് ഒരു ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായ ഒന്നാണ് എത്തിലീൻ ഓക്സൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആസ്ബറ്റോസ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു ഫൈബ്രസ് മെറ്റലാണ്. ആൻഡ് ഇത് കൂടുതൽ എക്സ്പോഷർ ആസ്ബറ്റോസിൻ്റെ ഉണ്ടാവുകയാണെങ്കിൽ അത് കാരണം നമുക്ക് ഫാറ്റൽ ഇൽനെസ് എന്ന് വെച്ചാൽ മരണകാരണം വരെ ആകാനുള്ള ചാൻസ് ഉണ്ട്. പ്രൊലോങ്ഡ് എക്സ്പോഷർ ആൻഡ് ഇൻഹലേഷൻ ക്യാൻ ബി വെരി ഹാംഫുൾ ആൻഡ് കോസ് ഫാറ്റൽ ഇൽനെസ്. അപ്പം വളരെയധികം എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം ഹാംഫുൾ ആണ് ഹ്യൂമന്. അതുപോലെ തന്നെ ഫാറ്റൽ ഇൽനെസ്സും ഉണ്ടാക്കുകയും ചെയ്യും. സ്മോഗ് ഈസ് എ ടേം ഡിറൈവ്ഡ് ഫ്രം 2 words, സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്കിൽ നിന്നും ഫോഗിൽ നിന്നുമാണ് സ്മോഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻറ്റൻസ് എയർ പൊല്യൂഷൻ. ദ വേർഡ് സ്മോഗ് വാസ് കോയിൻഡ് ഇൻ ദ 20th century എന്നാണ് 20th century. Then the causes behind the formation of the smogs are different. Hence they are classified into 2 different types. അപ്പോൾ സ്മോഗിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫോട്ടോകെമിക്കൽ സ്മോഗും അതുപോലെ തന്നെ സൾഫറസ് സ്മോഗും. ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് ഓൾസോ നോൺ ആസ് ലോസ് ഏഞ്ചൽസ് സ്മോഗ് ആൻഡ് സൾഫറസ് സ്മോഗ് ഈസ് ഓൾസോ നോൺ ആസ് ലണ്ടൻ സ്മോഗ്. ഇനി ഫോട്ടോകെമിക്കൽ സ്മോഗ് നോക്കാം. ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് ക്രിയേറ്റഡ് when the sunlight reacts with the nitrogen oxides and at least one volatile organic compound in the atmosphere. അപ്പം ഏതെങ്കിലും ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് നൈട്രജൻ ഓക്സൈഡുമായിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത്. ആൻഡ് സൾഫറസ് സ്മോഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പം സൾഫർ ഡയോക്സൈഡിൻ്റെ അധികമായിട്ടുള്ള കോൺസെൻട്രേഷൻ കാരണം ഉണ്ടാകുന്നതാണ് സൾഫർ സ്മോഗ്. ആൻഡ് ദിസ് ഇസ് യൂഷ്വലി കോസ്ഡ് ബൈ ദ ബേണിംഗ് ഓഫ് ഫോസൽ ഫ്യൂൾസ് ലൈക്ക് കോൾ. അപ്പം കോളിൻ്റെ ബേണിംഗ്, ഫോസൽ ഫ്യൂൽ ആയ കോളിൻ്റെ ബേണിങ്ങിലാണ് മെയിൻലി ഈ സൾഫർ സ്മോഗ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ, റിമൂവ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ഫ്രം ദി ഇൻഡസ്ട്രിയൽ എമിഷൻസ്. ദെൻ സ്ക്രബ്ബേഴ്സ്, റിമൂവ് പൊല്യൂട്ടൻസ് ലൈക്ക് SO2 ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ഫ്രം ഇൻഡസ്ട്രിയൽ എമിഷൻ യൂസിങ് കെമിക്കൽസ്. ദെൻ കാറ്റലിറ്റിക് കൺവേർട്ടർ, റെഡ്യൂസ് ദ എമിഷൻ ഓഫ് വെഹിക്കിൾസ് ബൈ കൺവേർട്ടിംഗ് പൊല്യൂട്ടൻസ് ലൈക്ക് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇൻ ടു ഹാംലെസ് ഗ്യാസ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ,
scrubbers, catalytic converters. Then next particulate matter control device. Particulate matterന്റെ ഇൻഡസ്ട്രിയിൽ നിന്ന് എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ particulate matter control devices. അതുപോലെ തന്നെ volatile organic compound control devices എന്ന് പറയുന്നത് volatile organic compoundsന്റെ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. Then air purifier, that is remove the pollutants and air particulate matter from the indoor air. Then wet scrubbers യൂസ് ചെയ്യുന്നത് SO2 അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറ്റ് സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻസിനേറ്റേഴ്സ് എന്ന് വെച്ചാൽ ബേൺ ദ വേസ്റ്റ് ടു റെഡ്യൂസ് ദ വോളിയം ആൻഡ് ടോക്സിസിറ്റി. ഇൻസിനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് ബേൺ ചെയ്തിട്ട് ആ വേസ്റ്റിൻ്റെ ടോക്സിസിറ്റിയും വോളിയം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസിനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ മെയിനായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, സ്ക്രബ്ബേഴ്സ്, കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് ആൻഡ് അതുപോലെ വെറ്റ് സ്ക്രബ്ബേഴ്സ്, ഈ 4 കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി എയർ പൊല്യൂഷനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നോക്കുന്നത്. അതിലാദ്യം കൊടുത്തിരിക്കുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ പറ്റിയാണ് എത്രമാത്രം നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആണ് എന്ന് പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൂടുതലാവുന്ന സമയത്ത് ഗവൺമെൻറ്റൽ ബോഡീസ് generally encourage people to reduce physical activities outdoor or even avoid going out altogether. അപ്പം എയർ പൊല്യൂഷൻ വളരെയധികം കൂടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ AQI കൂടുന്ന സമയത്ത് ഗവൺമെൻറ് എന്ത് പറയും, പബ്ലിക്കിനോട് ഫിസിക്കൽ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കുറയ്ക്കാനുള്ള കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ദെൻ വെൻ വൈൽഡ് ഫയേഴ്സ് റിസൾട്ട് ഇൻ എ ഹൈ AQI ദ യൂസ് ഓഫ് മാസ്ക്. അപ്പം വൈൽഡ് ഫയേഴ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, മാസ്ക് N95 മാസ്കും അതുപോലെ തന്നെ എയർ പ്യൂരിഫയേഴ്സ്, ബോത്ത് HEPA ആൻഡ് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റേഴ്സ്. അപ്പം ഇങ്ങനത്തെ എയർ പ്യൂരിഫയേഴ്സൊക്കെ യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ദ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോഞ്ച് ചെയ്തത് ന്യൂഡൽഹിയിലാണ് ഓൺ സെപ്റ്റംബർ 17, 2014. ഇത് വരുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ്റെ അണ്ടറിലാണ്. Under the 𝗧𝗥𝗘𝗔𝗧𝗠𝗘𝗏 Abhiyan, the highest AQI in India was recorded in New Delhi on 18th November 2024. അപ്പം ഹയസ്റ്റ് ആയിട്ടുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ന്യൂഡൽഹിയിലാണ് 18th November 2024. അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഇൻ 2024 ബംഗ്ലാദേശ് റീറ്റെയിൻ ഇറ്റ്സ് പൊസിഷൻ ആസ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രി ഗ്ലോബലി. അപ്പം ഗ്ലോബലി ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള കൺട്രി 2024 പ്രകാരം ബംഗ്ലാദേശാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള കൺട്രി. ഇന്ത്യ എന്ന് പറയുന്നത് തേർഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രി ഗ്ലോബലി. ഇന്ത്യയുടെ സ്ഥാനം എന്താ, 3ാമത്തെയാണ്. ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ നടക്കുന്നതിൽ 3ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇനി എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പെർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ കോൺസെൻട്രേഷൻ 2.5 പെർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ കോൺസെൻട്രേഷൻ 53 ഉണ്ടായത് ഇപ്പോൾ 54ലേക്ക് കൂടുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം. So in 2024, Bangladesh retained its position as the most polluted country globally. India is currently grappling with significant air pollution, with the third most polluted country globally. In air quality report, India's annual average particulate matter 2.5 concentration have increased to 54.4 microns, up from 53.3 microns. Okay. അവിടെ 53.3 മൈക്രോൺസ് മീറ്റർ ക്യൂബ് കഴിഞ്ഞിട്ടൊരു 14 കൊടുത്തിട്ടുണ്ട്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, അത് 14 അവിടെ ഇല്ല. നെക്സ്റ്റ് ഉള്ളത് മോൺട്രിയൽ പ്രോട്ടോക്കോളും ക്യോട്ടോ പ്രോട്ടോക്കോളും ആണ്. ജസ്റ്റ് അത് എന്താണെന്ന് ഓർത്ത് വെക്കുക. മോൺട്രിയൽ പ്രോട്ടോക്കോൾ അഗ്രി ചെയ്തത് അല്ലെങ്കിൽ അത് ഫോം ചെയ്തത് 16th September 1987 ആൻഡ് അത് കമ്മിൻറ്റ് ഫോഴ്സ് ആയത് അല്ലെങ്കിൽ അത് നടപ്പിലായത് 1 January 1989. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓസോൺ ലെയറിനെ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന ഗ്യാസസിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറച്ച് ഓസോൺ ലെയറിനെ സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. So, Montreal Protocol, international treaty designed to protect the ozone layer by phasing out the production of numerous substances that are responsible for ozone depletion. It was agreed on 16th September 1987 and entered into force on 1st January 1989. Next, Kyoto Protocol, international treaty which extended in 1992 United Nations Framework Convention on Climate Change that commits state parties to reduce greenhouse gas emission. അപ്പം
ക്യോട്ടോ പ്രോട്ടോക്കോൾ വരുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ വന്നത്. സോ ഈ പ്രോട്ടോക്കോൾ അഡോപ്റ്റ് ചെയ്തത് ജപ്പാനിലെ ക്യോട്ടോയിലാണ്. ആൻഡ് 11th December 1997 വന്നത്. ആൻഡ് കമ്മിങ് ടു ഫോഴ്സ് ഇത് നടപ്പിലായത് 16th February 2005. അപ്പം മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ഡിപ്ലീഷനെതിരായിട്ടുള്ള ഗ്യാസസും ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറയ്ക്കാനും കൂടിയാണെന്നുള്ള രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അത് കമ്മിങ് ടു ഫോഴ്സ് അത് നടപ്പിലായത് ഏത് ദിവസമാണെന്നും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നതാണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും. അപ്പം പൊല്യൂഷൻ്റെ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ജസ്റ്റ് അതിൽ മെയിനായിട്ട് പഠിക്കേണ്ട പോയിൻറ്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, അത് പഠിച്ചു വെക്കുക. ഫസ്റ്റ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബോഡി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഇന്ത്യ. അപ്പം ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബോഡിയാണ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു ബോഡിയാണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. അത് ഫോം ചെയ്തത് 12 September 1974 12th September 1974 ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ട്രിവാൻഡ്രത്താണ്. നെക്സ്റ്റ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അണ്ടറിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1974. ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 അണ്ടറിലാണ് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്നത് തന്നെ. ആൻഡ് 22 September 1974 ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ന്യൂഡൽഹിയിലാണ്. അപ്പം ഇത്രയാണ് മെയിൻ പോയിൻറ്റ്സ് പഠിക്കാനുള്ളത്, ഇതൊക്കെ ഓർത്ത് വെക്കുക. സോ ഇതോടെ നമ്മുടെ എയർ പൊല്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെസ്പിറേറ്ററി ഡിസീസസ് ആയിരിക്കും നോക്കുക. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് റിവിഷൻ ചെയ്യാം. താങ്ക്